Next നമ്മൾ C++ പ്രോഗ്രാമിൽ ഫിബൊനാച്ചി സീരീസ് നമ്പർ ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം സംഖ്യാശ്രേണിയാണ്. ആ ഒരു സംഖ്യാശ്രേണി പ്രിന്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോഗ്രാം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കാണുന്ന 0 1 1 2 3 5 എന്ന് പറയുന്നതാണ് ഫിബൊനാച്ചി സീരീസ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും 0 1 എന്നത് ആദ്യത്തെ രണ്ട് സംഖ്യകൾ കഴിഞ്ഞാൽ പിന്നെ വരുന്ന 1 എന്ന് പറയുന്നത് അതിനു മുമ്പുള്ള രണ്ട് സംഖ്യകളുടെ തുകയായിരിക്കും. അതായത് 0 + 1 1. പിന്നെ വരുന്ന നമ്പർ എന്ന് പറയുന്നത് അതിനു മുമ്പുള്ള രണ്ട് സംഖ്യകളുടെ തുകയായിരിക്കും. സോ അതുപോലെ നമ്മൾ 8 എടുത്തു കഴിഞ്ഞാൽ അതിനു മുമ്പുള്ള രണ്ട് സംഖ്യയായ 5 3 എന്നതിന്റെ തുകയായിരിക്കും 8 എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ 21 എടുത്തു കഴിഞ്ഞാൽ അതിനു മുമ്പുള്ള രണ്ട് സംഖ്യയായ 13 + 8 എന്ന് പറയുന്ന രണ്ട് സംഖ്യകളുടെ തുകയായിരിക്കും 21 എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ ഒരു സംഖ്യ എന്ന് പറയുന്നത് അതിനു മുമ്പുള്ള രണ്ട് സംഖ്യകളുടെ തുകകളായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു സംഖ്യാശ്രേണിയാണ് നമ്മൾ ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് നമ്മുടെ C++ പ്രോഗ്രാം ഉപയോഗിച്ച് എങ്ങനെ പ്രിന്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യമായി നമുക്ക് 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. സോ ഇന്റ് n നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ n1 നമ്മുടെ ആദ്യത്തെ സീരീസിലെ ആദ്യത്തെ നമ്പർ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ n2 രണ്ടാമത്തെ നമ്പർ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൂടി കൊടുക്കുന്നു. സോ നമുക്ക് അടുത്ത നമ്പർ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി, സോ നെക്സ്റ്റിന്റെ വാല്യൂ നമ്മൾ ആദ്യം തന്നെ 0 എന്ന് ഇനീഷ്യലൈസ് ചെയ്യുന്നു. സോ ഇപ്പോൾ നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. സോ ഇനി നമുക്കൊരു മെസ്സേജ് പ്രിന്റ് ചെയ്യാം. cout enter a number. സോ നമ്മൾ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണമായി നമ്മൾ 100 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 100 വരെയുള്ള ഫിബൊനാച്ചി സീരീസ് നമ്മുടെ സിസ്റ്റം പ്രിന്റ് ചെയ്യുന്നതായിരിക്കും. സോ അതാണ് നമ്മുടെ പ്രോഗ്രാം. സോ നമ്മൾ 50 ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ 50 വരെയുള്ള സീരീസ് പ്രിന്റ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ നമ്മൾ n എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ശേഷം നമുക്ക് നമ്മുടെ ആദ്യത്തെ രണ്ട് സംഖ്യകൾ, അതായത് 0 1 അതിൽ മാറ്റം ഉണ്ടായിരിക്കില്ല, ആദ്യത്തെ രണ്ട് സംഖ്യകൾ നമുക്ക് പ്രിന്റ് ചെയ്യാം. സോ n1ന്റെ വാല്യൂ നമുക്ക് 0 എന്ന് കൊടുക്കാം, അതുപോലെ n2ന്റെ വാല്യൂ നമുക്ക് 1 എന്ന് കൊടുക്കാം. സോ അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം നമ്മൾ cout നമ്മൾ n1 പ്രിന്റ് ചെയ്യുന്നു. സോ അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു കോമ കൊടുക്കാം. സോ നമ്മൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മളിവിടെ കാണുന്നത് പോലെ 0 1 എന്ന രീതിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് n2 പ്രിന്റ് ചെയ്യാം. അതിനുശേഷം വീണ്ടും ഒരു കോമ നമുക്ക് ഇതുപോലെ കൊടുക്കാം. സോ ആദ്യത്തെ രണ്ട് സംഖ്യകൾ മാറ്റമില്ല, ആദ്യത്തെ 0 രണ്ടാമത്തത് 1, ആദ്യത്തെ 0 ആണ് രണ്ടാമത്തെ 1 ആണ്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് n1 + n2 0 + 1, അതായത് 1 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. സോ n1 n2 ഈ ഒരു ലൈൻ റൺ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് 0 1 എന്ന് ലഭിക്കുന്നു. നമ്മുടെ ആദ്യത്തെ രണ്ട് സംഖ്യകൾ ലഭിക്കുന്നു. ശേഷം നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് n1 + n2, അതായത് 0 + 1 എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ ചെയ്ത് നെക്സ്റ്റിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സോ ഇനി നമ്മൾ ഒരു വൈൽ ലൂപ്പ് ഓപ്പൺ ചെയ്യുന്നു. വൈൽ നെക്സ്റ്റ് <n. സോ അതായത് നമ്മൾ 100 എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഈ നെക്സ്റ്റ് എന്ന് പറയുന്ന നമ്പർ 100 അതിൽ താഴെയോ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ സോ നമ്മൾ 100 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 100 വരെയുള്ളത് പ്രിന്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഈ കണ്ടീഷൻ ഇവിടെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് <n ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? cout നമ്മൾ ഈ നെക്സ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ പ്രിന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു കോമ പ്രിന്റ് ചെയ്യുന്നു. സോ ഇപ്പോൾ നമുക്കിവിടെ 0 + 1 1 എന്ന സംഖ്യ പ്രിന്റ് ആയി കഴിഞ്ഞു. ഇനി അടുത്ത ലൈൻ എന്ന് പറയുന്നത് n1ലോട്ട് നമ്മൾ n2ന്റെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ n2ലോട്ട് നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്ന വേരിയബിളുള്ള വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. സോ ഇപ്പോൾ n1ൽ നമ്മളുടെ n2ലെ വാല്യൂ ആയ 1 ആയി, അതുപോലെ n2ൽ നെക്സ്റ്റിന്റെ വാല്യൂ ആയിരുന്ന 1 ആയി. സോ ഇപ്പോൾ n1ലും 1 ആയി, n2ലും 1 ആയി. സോ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് n1 + n2 എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നെക്സ്റ്റിൽ എന്തായി? n1 + n2, അതായത് 2 എന്ന് പറയുന്ന നമ്പറായി. സോ വീണ്ടും ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഭാഗത്ത് വരുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് ആയിട്ടുള്ള അടുത്ത രണ്ട് പ്രിന്റ് ചെയ്യുന്നു. പിന്നെ അടുത്ത ലൈനിലോട്ട് പോകുന്നു. സോ അടുത്ത ലൈനിൽ വരുമ്പോൾ n2ൽ ഇപ്പോൾ 1 ആണുള്ളത്. സോ ആ 1 n1ലോട്ട് സ്റ്റോർ ചെയ്യുന്നു. നെക്സ്റ്റിലുള്ള 2 ഇപ്പോൾ n2ലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സോ നമുക്കിവിടെ 2 + 1 അടുത്ത 3 ലഭിക്കുന്നു. സോ ഇതിങ്ങനെ നമ്മുടെ ഈ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ 100 വരെയുള്ള സംഖ്യകൾക്കിടയിലുള്ള ഫിബൊനാച്ചി സീരീസ് ഇതുപോലെ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ 100 ആയി കഴിഞ്ഞാൽ നമ്മുടെ വൈൽ ലൂപ്പ് എൻഡ് ആവുന്നു. സോ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ സേവ് ചെയ്യുന്നു, നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്നു. നമ്മളോട് ഒരു സംഖ്യ എൻ്റർ ചെയ്യാൻ ചോദിക്കുന്നു. സോ ഞാൻ 20 എന്ന് കൊടുക്കുന്നു. സോ നമുക്കിതുപോലെ 0 1 2 3 5 8 ഇതുപോലെ നമുക്ക് സംഖ്യാശ്രേണി ലഭിക്കുന്നു. 0 1ന് ശേഷം നമുക്ക് അടുത്ത ലൈനാണ് വന്നത്. കാരണം നമ്മളിവിടെ ഒരു എൻഡ് ലൈൻ കൊടുത്തിരുന്നു. സോ നമുക്ക് എൻഡ് ലൈൻ്റെ ആവശ്യമില്ല. സോ നമ്മൾ ഇതിൽ കണ്ടതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരു സംഖ്യ ശ്രേണി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം.
സോ ഞാൻ 100 കൊടുക്കുന്നു. 100 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 0, 1, 1, 2, 3, 5, 8, 13, 21, 34, 55. സോ ഇതിൽ നമ്മൾ 55 എടുത്തു കഴിഞ്ഞാൽ ഇതിനു മുമ്പുള്ള രണ്ട് സംഖ്യയായ 21ന്റെയും 34ന്റെയും തുകയാണ് 55 എന്ന് പറയുന്നത്. അതുപോലെ മറ്റു ഒരു നമ്പർ കൂടി നമുക്ക് എൻ്റർ ചെയ്യാം. സോ നമ്മൾ 1000 എൻ്റർ ചെയ്യുന്നു. സോ 1000 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് ലഭിക്കുന്നു. സോ ഇതിൽ നിങ്ങൾ കാണാം ഇപ്പോൾ നമ്മൾ 337 എടുത്തു കഴിഞ്ഞാൽ 233 പ്ലസ് 144ന്റെ ഒരു തുകയാണ് 337 എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ നമുക്ക് ഒരു ഫിബൊനാച്ചി സീരീസ് പ്രിന്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോഗ്രാം വളരെ ഈസിയായി ഇതുപോലെ ചെയ്യാവുന്നതാണ്.